ഹലോ എവരി വൺ, സി ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പിക്ചർ 3D ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ ഇൻ്റർഫേസ് ഒരു കളർ തീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മൾ ഏത് ലെറ്ററാണോ നമുക്ക് ചൂസ് ചെയ്യാൻ, അതായത് ഏത് പിക്ചറാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലെറ്ററുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈകളായതുകൊണ്ട് തന്നെ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഈ ലെറ്ററിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഫോട്ടോയുടെയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഈ ലെറ്ററിൻ്റെ മേലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് അതിനെ ഈ ഫോട്ടോഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രോപ്പ് ചെയ്തിട്ടേ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ക്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് റെഡി ആകാത്തതുകൊണ്ട് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്നാൽ നമ്മൾ ഈ ഫോട്ടോ ആ ഈയുടെ പുറത്തേക്ക്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എടുത്ത് പീസാക്കി ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ലെയേഴ്സും, അതായത് ഓരോ ഫോട്ടോത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആയതുകൊണ്ടായിരിക്കാം ഇത്ര ബുദ്ധിമുട്ട് കേട്ടോ. ചില ഇമേജുകളൊന്നും ഇത്ര റിസ്ക് എടുക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കണം. മാത്രമല്ല ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ജസ്റ്റ് ഒരു നല്ലൊരു റിയാലിറ്റി ഫീൽ തരുന്ന പോലത്തെ നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് മുന്നേ ഈ കാര്യം, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിരുന്നു. ഒരു 3D മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബാക്കിലും അതിൻ്റെ മേലൊരു 3D പോലെ വെച്ചിരുന്നു. അപ്പോൾ ബാക്കത്തെ നമ്മളെ ബാക്ക് വേർഡിലുള്ള ആ ഈയുടെ കോൺട്രാസ്റ്റൊക്കെ ഒന്ന് കുറച്ചിട്ട് അത് ജസ്റ്റ് ഒരു നല്ല ബ്ലാക്ക് ആയി കൊടുക്കുക. കാരണം ഒരു 3D മോഡൽ, ഒരു ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒരു നല്ല മൊഞ്ചാക്കി കിട്ടേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എന്താക്കാം, ജസ്റ്റ് നമുക്കൊരു ക്ലൗഡ്സ് ബാക്കിൽ കൊടുക്കാം. കാരണം ഒന്നുകൂടി റിയാലിറ്റി വരും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ക്ലൗഡ് കൊടുക്കണം. അതിന് മുന്നേ തന്നെ ഒരു ഷാഡോ ആഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ അത് ഷാഡോ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജ് അത്രത്തോളം റിയാലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷാഡോ ആഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മളുടെ ഇമേജിനൊരു റിയാലിറ്റി ഫീലിംഗ് വരികയും അത് കാണുന്ന ആളുകൾക്ക്, നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ക്ലയൻറ്റിന് ഒന്നുകൂടി ഇഷ്ടപ്പെടാനും അത് റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ മൈൻഡിൽ തോന്നിക്കാനും ഇതൊക്കെ ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യാതെ ക്ലയൻറ്റിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ ഇമ്പ്രസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുള്ള ഉദ്ദേശം. ഇപ്പോൾ ഷാഡോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഷാഡോസ് കാണുന്നുണ്ട്. ഇതിൽ ഏത് സെർച്ച് ചെയ്യണം, നമ്മളുടെ ഇമേജ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇമേജ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോണ്ട് എത്തരത്തിലാണ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷാഡോയുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഏത് ഇമേജാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഓരോരുത്തരും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി ലെവലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഷാഡോ ആഡ് ചെയ്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇതൊന്ന് നേരെ ഓപ്പോസിറ്റാക്കി വെച്ചാൽ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നേരെ ഓപ്പോസിറ്റാക്കി വെച്ചാൽ നമുക്ക് ഒന്നുകൂടി റിയാലിറ്റി ഫീൽ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റിഫ്ലക്ഷൻ നമ്മളൊരു ടൈലെല്ലാം ഇട്ട നിലത്ത് ഒരു സാധനം വെച്ചാൽ അതിനൊരു റിഫ്ലക്ഷൻ അടിക്കില്ല. ഒരു ഷേഡൊക്കെ ആയിട്ട് അത്തരത്തിലൊരു കാര്യമാണ് ചെയ്തെടുക്കുന്നത്. അത് കൊടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ റിയാലിറ്റി ആയിട്ട് തോന്നും. കറക്റ്റ് ആ ഒരു ചിത്രം കാണുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളുടെ പോസ്റ്റർ കണ്ടാൽ നമ്മുടെ ക്ലയൻറ്റിന് തോന്നും. അത്തരത്തിലുള്ള ഒരു ക്രിയേഷനാണ് ഇപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ ഹൊറിസോണ്ടലുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് തിരിച്ച് വെച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു റിഫ്ലക്ഷൻ കൊടുക്കാം. ഇനി അതിന് റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ റിഫ്ലക്ഷൻ കൊടുത്താൽ അത് റിഫ്ലക്ഷനായിട്ട് കാണില്ല. അതിന് ജസ്റ്റ് ഒരു ഷേഡ് കൊടുത്താൽ നമുക്ക് ഒരു ഇങ്ങനെ ഷേഡോ ആയിട്ട് ഇങ്ങനെ പൊന്തി വരും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണ് ഉള്ളത് അത് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഡ്രാഗ് ചെയ്ത് ആ ഒരു ഈയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഒരു ഷെയ്ഡോട് കൂടി തന്നെ നമ്മൾ റിഫ്ലക്ഷൻ വരുന്ന ആ ഒരു ഫീൽ, അത്തരത്തിലുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒന്നുകൂടി റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലൗഡ് കൊടുക്കണം. ക്ലൗഡ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്ത ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലൗഡുകളൊക്കെ പ്രോ കണ്ടൻറ്റുകളായിട്ടുള്ള ക്ലൗഡുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലൗഡ് എടുത്തു, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒരു റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ കൈകളിലൂടെ ഇത്തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നല്ല നല്ല പിക്ചേഴ്സുകൾ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിലൂടെ കൊണ്ടുവരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് വെറും സാധാ ഒരു ലെറ്റർ കൊണ്ട് എഴുതി ഉണ്ടാക്കിയെടുത്ത കാര്യമാണിത്. ഇത്തരത്തിലുള്ള നല്ല നല്ല പോസ്റ്റേഴ്സുകൾ ഇനിയും നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൽ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല ഡിസൈനുകളായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.